ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷം, അതുപോലെ പെട്ടെന്ന് നമ്മളെ മമ്മി പേടിപ്പിച്ചൊരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ രാവിലെ ഞാനിന്ന് കുറച്ചധികം നേരത്തെ എഴുന്നേറ്റു, ചാക്കോച്ചൻ നേരത്തെ എഴുന്നേറ്റു. പക്ഷേ ഇന്ന് ഞാൻ അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് എനിക്ക് ഈ സിറ്റ് ഔട്ടും ചെടിയൊക്കെ നനയ്ക്കണം. 5 ദിവസത്തെ പെൻഡിങ് വർക്കാണ് എൻ്റെ ചെടി നനയ്ക്കലും അതുപോലെ സിറ്റ് ഔട്ട് അടിച്ച് കഴുകലും ഒക്കെ. അപ്പോൾ ചാക്കോച്ചൻ ലീലമ്മ ഉണ്ടെങ്കിൽ ഈ സിറ്റ് ഔട്ടിലാണ് ഭൂരിഭാഗ സമയത്തും ചാക്കോച്ചൻ്റെ എല്ലാ പ്രവൃത്തികളും. അപ്പോൾ ലീലമ്മ മോസ്റ്റ്ലി നാളെ, അതായത് ഇന്ന് വീഡിയോ നിങ്ങൾ കാണുമ്പോൾ പോയിട്ടുണ്ടാവും. കാരണം അമ്മ വന്നിട്ട് ഒരാഴ്ചയായി. നമ്മളൊന്നും പ്ലാൻ ചെയ്യും, പക്ഷെ വേറെ ഒന്നും നടക്കുക എന്ന് പറയുന്ന പോലെ. അങ്ങനെ ഞാൻ അവരെ അകത്ത് കയറ്റിയിട്ട് ഫുൾ അടിച്ച് കഴുകിയെടുത്തു. ഒരാഴ്ചത്തെ ചെളിയും കാര്യങ്ങളും പുറത്തായതുകൊണ്ട് ഈ നമ്മൾ റോഡ് സൈഡ് കൊണ്ട് പൊടിയും കാര്യങ്ങളുമാണ്. അപ്പോൾ രാവിലെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു, മഴയൊക്കെ പെയ്ത് സെറ്റായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി മെയിൻലി ഡിംപിളിനും മമ്മിക്കൊക്കെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ വെഡ്ഡിങ്ങിന് റെഡി ആവാനുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ നോക്കാൻ പോകണം, ഒന്ന് മേക്ക് ഓവർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ കമ്മിങ് ഡേയ്സിൽ ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് നാളെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതേ 7 മണിയായി. ഞാൻ വേഗം പോയി എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് വെക്കണം. അപ്പോൾ അതേ അപ്പനൊരു സൈഡ് മോനൊരു സൈഡ് കിടപ്പുണ്ട്. വേഗം താഴെ വന്നിട്ട് ഞാൻ ഇന്ന് റോബോ കുട്ടനെ ഇറക്കി വിട്ടു കേട്ടോ. എല്ലാവരും ഉറങ്ങുകയാണ്, ആരും എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ റോബോ കുട്ടനെ എഴുന്നേറ്റ് വിട്ടിട്ട് ഇന്ന് രാവിലെ നമുക്ക് നൂലപ്പവും പിന്നെന്താണ് മുട്ടക്കറിയാണ്. അപ്പോൾ മുട്ടക്കറി വെച്ച് വെക്കണം. ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു 9 മണി കഴിയുമ്പം മറ്റേ മേക്കപ്പിൻ്റെ ട്രയൽ നോക്കാനും ഒക്കെ ആയിട്ട് പോകണം. അതുകൊണ്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് ഒന്ന് ഒതുക്കിയിട്ട് ഈ പറഞ്ഞ പോലെ കുപ്പിയും പാട്ടയൊക്കെ തിളപ്പിച്ചിട്ട് അമ്മയ്ക്ക് അതെല്ലാം ഏൽപ്പിച്ച് കൊടുത്തിട്ട് വേണം എനിക്ക് പോകാൻ. എണ്ണിക്കുന്നതിന് മുമ്പ് പോകണം, അല്ലെങ്കിൽ അതൊരു കരച്ചിലും വിഴിച്ചിലും ആവും. അപ്പം ഡോൺ ചേട്ടൻ എന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ടീൻസിലാണ് കേട്ടോ ഞാൻ പോയത്. അപ്പോൾ അങ്ങനെ അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഡോറൊക്കെ തുറന്ന് ജനലൊക്കെ തുറന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ. ഇനിയും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ മുട്ടക്കറി വെക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ റോബോൻ്റെ കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിനി കസേരകൾ മാറ്റണം. മോക്കറൊക്കെ ഞാൻ ഓൾറെഡി പുറത്ത് വെച്ചു. അപ്പോൾ ഇത് മുട്ടക്കറിക്കുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്കൂടെ ചെയ്യുന്നുണ്ട്. കുപ്പിയും പാട്ട തിളപ്പിക്കൽ, ചായ വെക്കൽ ഒക്കെ ആയിട്ട് അങ്ങനെ ഞാൻ നേരെ ടീൻസിൽ പോയിട്ടോ. അപ്പോൾ ടീൻസിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ അതേ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോയി. എന്നിട്ട് അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ 2-3 കാര്യങ്ങളൊക്കെ നോക്കി വെക്കണമായിരുന്നു. അപ്പോൾ അതേ ദേവദൂതനെ പോലെ നമ്മുടെ ആൻസും ബ്രോ പ്രതീക്ഷപ്പെട്ടു. അപ്പം ആൻസും ചേട്ടനും ഡോൺ ചേട്ടനും ഒക്കെ നമ്മൾ 2-3 പോയി കണ്ടിട്ട് തീരുമാനിക്കാം എന്ന് ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. തൃശ്ശൂർ ഇവിടെ അടുത്തുള്ളത് തന്നെ പോയി നോക്കാം എന്നുള്ള രീതിയിൽ പോയി നോക്കുകയാണ്. മൈൻഡിൽ 2-3 ഉണ്ട്. ബാക്കി നമ്മുടെ എല്ലാത്തിനും ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഒത്തുവരുന്ന ഒരു ഹോൾ എടുക്കാനാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മളിവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൻസൺ ചേട്ടൻ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഇതിൻ്റെ ജനറൽ മാനേജറാണ് കേട്ടോ. അങ്ങനെ സംസാരിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് കുറേ നേരം ഇരുന്ന് ഡിമ്പിളിൽ നിന്നൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആൻസിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ പിള്ളേരുമായിട്ടൊരു ചില്ലിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ മമ്മി നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് മമ്മി വീഡിയോ ഇടില്ല എന്നുള്ളത്. മമ്മിക്ക് വയ്യ. അപ്പോൾ നമ്മൾ കല്യാണിലാണ് കേട്ടോ പോയത്. അപ്പോൾ കല്യാണിൽ കുറച്ച് ജെൻസിൻ്റെ ഐറ്റംസ് കുറച്ച് അധികം നമ്മൾ കണ്ടു. റീസണബിളായിട്ടും തോന്നി. അതായത് ലോ ലെവൽ തൊട്ട് ഹൈ ലെവൽ വരെയുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവിടുന്ന് തന്നെ ആൻസിനും എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം അച്ഛൻ ആക്ച്വലി പാൻറ്റും ഒരു പരിപാടിയുടെ ഷർട്ടും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പം ഡെയിലി വെയർ പാൻസൊക്കെ ഭയങ്കര ലോ റേറ്റിലിരുന്നു. ഞാൻ ഒന്നും നോക്കിയില്ല, 2 വാങ്ങിച്ചു. ഇതാണ് അഭിജിത്ത്. എന്നെ ഡ്രസ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് അഭിജിത്താണ് കേട്ടോ. അപ്പോൾ അഭിജിത്ത് പറഞ്ഞു അഭിജിത്തിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ തംബ്നെയിലായിട്ടും ഇൻട്രോ ആയിട്ടും ഒക്കെ വെച്ചോളാൻ. അങ്ങനെ ഞാൻ എടുക്കുന്ന കണ്ടപ്പോൾ ഡോൺ ചേട്ടനും അതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയ മെറ്റീരിയലിനോട്.
ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, 500 600 ആ റേറ്റിലാണ്. ഡെയിലി ജോലിക്ക് പോകുന്നവർക്കൊക്കെ ശരിക്കും അത് മതി. അതായത് 5 കളർ വാങ്ങിച്ചാൽ 5 ദിവസം മാറി മാറി ഇടാം എന്നുള്ളത്. പാച്ചു ഹൈ മോഡിലായിരുന്നു. തോമുവിനെ ഞാൻ ഒരു വിധത്തിൽ ഒരു മുക്കിൽ ഒതുക്കി ഇരുത്തിയെങ്കിലും പാച്ചുവിൻ്റെ പൂമ്പാച്ച കണ്ടപ്പോൾ തോമു ഇളകി. അങ്ങനെ തോമുവിന് എന്നാൽ ആദ്യമായിട്ട് തൊപ്പി വേണമെന്നൊരാഗ്രഹം. അങ്ങനെ തൊപ്പി ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയല്ല. ആദ്യമായിട്ട് ചോദിച്ചുകൊണ്ട് അങ്ങ് മേടിച്ചു കൊടുത്തു. 49 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല, വാങ്ങിച്ചു കൊടുത്തു. ആദ്യം പാച്ചു അവനെടുത്ത് കൊടുത്ത ക്യാപ്പിന് 250 രൂപയായിരുന്നു. അത്രയ്ക്കും വലിയ തലയല്ല, എന്നാലും ഞാൻ വിചാരിച്ചു ഇത് മതി എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതുകൊണ്ട് ഇനി നമ്മൾ താഴെ പോവുകയാണ്. ഡിമ്പിളിൻ്റെയും ആൻസിൻ്റെയും ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല. അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങ് മാറിട്ടോ. ഞാൻ ബില്ലടിക്കാൻ പോയി. ഡോൺ ചേട്ടൻ തോമുവിനെ നോക്കി നിന്നു. അപ്പം അമ്മയ്ക്കും അച്ഛനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചില്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് അമ്മയ്ക്ക് ഇനി അതിനൊന്ന് ടൗണിൽ പോകണം. ഞാൻ പറഞ്ഞു വേണ്ട, അമ്മ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ചാക്കോച്ചനെ നോക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് അമ്മ നോക്കി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അമ്മയോട് ഞാൻ പറഞ്ഞു ഇനി കുറച്ച് ദിവസം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു എന്തേ. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ കിട്ടി. നമ്മൾ കട അടച്ചിട്ടാണ് കേട്ടോ വന്നത്. അത്രയും വലിയ ഹെൽപ്പ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ പിള്ളേർ ഹൈ മോഡിലാണ്. ഷട്ടർ ഇട്ടെങ്കിലും ആൾക്കാർക്ക് കുറവൊന്നുമില്ല. അതിൻ്റെ അകത്ത് തന്നെ കുറേ പേരുണ്ട്. ഞാൻ ഓർത്ത് ഈ സ്റ്റാഫുകൾ മനസ്സിൽ വിചാരിക്കും നിങ്ങളൊക്കെ പോയിട്ട് വേണ്ട എനിക്കൊന്ന് വീട്ടിൽ പോകാനെന്നുള്ളത്. അങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ കട അടച്ചിട്ടാന്ന് ഇറങ്ങി വന്ന് കട അടച്ച് ഇറങ്ങി നമ്മളിത് വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ തോമു ഓടുന്ന കണ്ടിട്ട് നിങ്ങൾ എന്താവും വിചാരിക്കേണ്ട. രാത്രി റോഡിൽ ഒട്ടും തിരക്കില്ലായിരുന്നു, അത്രയ്ക്കും ലേറ്റായി. അങ്ങനെ നമ്മൾ ലോക്കോസ് പിസ്സയിലേക്ക് വന്നു കേട്ടോ. പിള്ളേർ പിസ്സ വേണമെന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ലോക്കോസ് പിസ്സയിലേക്ക് വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴും കുറുമ്പിനൊന്നും ഒരു കുറവും ഇല്ലായിരുന്നു. ഇത് തോമു എടുത്ത ഐസ്ക്രീമാണ്. അവസാനം അത് ഞാൻ കഴിച്ച് തീർക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ പിള്ളേർക്ക് പിസ്സയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരത് യമ്മിയായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുകയായിരുന്നു കേട്ടോ. ലോക്കോസ് പിസ്സയിലെ പിസ്സ അടിപൊളിയാണ് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. മോറോവർ നല്ല ടേസ്റ്റാണ്. സ്പൈസി ചിക്കൻ പിസ്സയൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. നമ്മൾ നാളെ തൊട്ട് നോയമ്പാണ് കേട്ടോ. 1-ാം തീയതി തൊട്ട് നോയമ്പാണ്, 8 നോയമ്പാണ്. അത് ഇപ്രാവശ്യം വളരെയധികം ഭക്തിയോടെ എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് എന്ന സപ്പോർട്ടിന് ഒട്ടും എനിക്ക് എങ്ങനെ തിരിച്ച് പറയണമെന്നൊന്നും അറിയത്തില്ല. ഭയങ്കര ഹാപ്പിയാണ്. ഇത് നമ്മുടെ പിള്ളേരുടെ മാമോദീസയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ ഫോമും കാര്യങ്ങളും മമ്മി എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചാക്കോച്ചൻ ഓൾറെഡി അമ്മയുടെ കൂടെ മുകളിൽ ഉറങ്ങി. ഞങ്ങളിതേ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോകണേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും മമ്മിക്ക് പെട്ടെന്നൊരു തലകറക്കം വന്നത്. സാധാരണ എപ്പോഴും പറയാറുള്ള പോലെ ഷുഗർ നോക്കിയപ്പം 90. പക്ഷെ മമ്മിക്ക് സ്റ്റേബിളായിട്ട് തലവെക്കാനോ തലകറക്കമോ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളായിരുന്നു. ആദ്യം ഗ്ലൂക്കോസ് കലക്കി കൊടുത്തു, പിന്നെ പഞ്ചസാര വെള്ളം കലക്കി കൊടുത്തു. അത് പഞ്ചസാര വെള്ളം കലക്കി കൊടുക്കുന്നതിന് മുമ്പ് മമ്മി പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന്. മമ്മി അങ്ങനെ ഇങ്ങനെയൊന്നും ഹോസ്പിറ്റലിൽ പോകാമെന്ന് നമ്മളോട് ഇങ്ങോട്ട് പറയാറില്ല. അത്രയ്ക്കും വയ്യണ്ട. അതും മമ്മിയും മോനും സെയിം കാറ്റഗറിയാണ് കേട്ടോ. ഒട്ടും വയ്യ, ഇനി എൻ്റെ വൈദ്യം ശരിയാവില്ല എന്ന് കാണുമ്പോഴാണ് കേട്ടോ പറയുക. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്ന് ഈ സമയത്താണ് കേട്ടോ മമ്മിക്ക് വയ്യാണ്ടാവാൻ തുടങ്ങുന്നത്. നമ്മൾ ഒന്നും നോക്കിയില്ല, സായി സാറിനെ വിളിച്ച് എല്ലാം വിളിച്ച് സെറ്റപ്പ് ചെയ്ത് ഞാനും ഡാഡിയും മമ്മിയും കൂടെ പോയി. അങ്ങനെ പോയി. അവിടെ ഇന്ന് വലിയ തിരക്കുകളൊന്നും ഇല്ലായിരുന്നു. മമ്മി നമ്മൾ ഏതാണ്ട് തുണിക്കടയിൽ പോലെ തിരക്കി. നമ്മൾ സാധാരണ കാഷ്വാലിറ്റി വരുമ്പം നിറച്ചും പേഷ്യൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മളവിടെ ഒരു 2-3 മണിക്കൂർ ഇരുന്നതിന് ശേഷം ഷുഗറിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട്, അതായത് ഷുഗർ കൂട്ടാനുള്ള മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ട് മമ്മി ഓക്കെ ആയെന്ന് വെച്ചപ്പോൾ ഡോക്ടർ എന്നാ പറഞ്ഞു വീട്ടിൽ പോയിക്കോളാനായിട്ട്. അങ്ങനെ ഞാനും മമ്മിയും ഡാഡിയും കൂടെ തിരിച്ചത് വീണ്ടും വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ മമ്മിക്കൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്, എന്നാലും ക്ഷീണമുണ്ട്. ഇപ്പോൾ സമയം 2:15 ഓൾറെഡി തോമും ചാക്കോച്ചനും പാച്ചും ഒക്കെ ഉറങ്ങി. ഏതായാലും ആൻസറുണ്ടായിരുന്നത് നന്നായി. അങ്ങനെ ഞങ്ങൾ വന്നു. ഡിമ്പിള് ഗേറ്റ് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു, ഞങ്ങൾ ഇന്ന സ്ഥലത്തെത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡിമ്പിള് ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് രോഗിയായി അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുന്നതുകൊണ്ട് വേറെ പുതിയ വിശേഷമൊന്നും ചോദിച്ചറിയാനില്ല കേട്ടോ. എന്നാലും മമ്മി വരുമ്പോൾ മമ്മിയുടേതായ രീതിയിൽ കുറേ അവതരണങ്ങൾ ചെയ്യും. അപ്പോൾ അതിലൊന്നാണ് കേട്ടോ അപ്പോൾ മമ്മി ഇങ്ങനെ എന്താണ് ഏതാണെന്നുള്ളത് മമ്മിയുടെ സ്റ്റൈലിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളവിടെ ഞാൻ മമ്മിയോട് പറയായിരുന്നു, മമ്മി ഇനി അധികം നിൽക്കണ്ട, വേഗം പോയി കിടന്നോ എന്ന് പറഞ്ഞു. കാരണം ഈ മമ്മി കണ്ണ് തുറന്നിട്ടേ ഉള്ളൂ, ലെവലായിട്ടില്ല ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ആൻസിനെ കുറച്ച് നേരം ഞോണ്ടി. പക്ഷേ ആൻസിനെ എഴുന്നേക്കാൻ കൂട്ടാക്കിയില്ല.
കാരണം ആൻസൺ ഭയങ്കര കൂർക്കമലിയായിരുന്നു കേട്ടോ. കൂർക്കമലി എന്ന് വെച്ചാൽ കൂർക്കമലി ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ കണ്ട വഴിക്കുന്നു ചിരിച്ച് കാണിച്ചു. അത് ഉറക്കത്തിൽ നിന്നാണ് പിന്നെയാണ് മനസ്സിലായത്, മനഃപൂർവ്വമല്ല എന്ന് മനസ്സിലായത്. അങ്ങനെ ആക്ച്വലി ഞങ്ങൾ പോയത് ഇവർ അറിഞ്ഞിട്ടില്ല, ഇവരൊക്കെ ഉറങ്ങാൻ പോയായിരുന്നു. ആൻസൺ ചേട്ടനും പാച്ചു, കാരണം പാച്ചു നമ്മൾ വരുന്ന വഴിക്ക് പാച്ചു ഉറങ്ങി. പിന്നെ പാച്ചു വന്നിട്ട് ക്രാങ്കി ആയതുകൊണ്ട് തന്നെ പാച്ചുവിനെ ഉറക്കാനൊക്കെ ആൻസൺ ചേട്ടൻ പോയി. പക്ഷെ തോമു ഞാൻ പോയതിന് ശേഷം കരഞ്ഞു എന്ന് ഡിമ്പിൾ പറഞ്ഞു. ഡോൺ ചേട്ടൻ വിളിച്ചിട്ട് കൂട്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്താ പറയുക, അപ്രതീക്ഷിത സംഭവങ്ങളൊക്കെ നടന്നു. എന്നാലും മമ്മി ഓക്കെയാണ് കേട്ടോ, ഇപ്പം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആയി. എന്തായാലും നമ്മൾ മൺഡേ ഒരു ഡയബറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചു, എന്താണെന്നൊന്ന് അറിയാനായിട്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് മമ്മി ഇങ്ങനെ ഫെയിൻ്റ് ആവുന്നു. നമ്മൾ വേറെ എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോഴും നോർമലാണ് കാണിക്കുന്നത്. അങ്ങനെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇനി മകൾ പോവാണ്. ഇനി കുളിക്കണം എനിക്ക്. വന്നിട്ട് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനിരുന്നു. ഫ്രഷായി എന്ന് വെച്ചിട്ട് ഫുൾ ബാത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്കിനി കുളിക്കണം. സമയം 2:45. ഇനി വോയിസ് ഓവർ കൊടുത്തിട്ട് വേണം എനിക്ക് പോയി കുളിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നാളെ മേക്ക് ഓവറിൻ്റെ വീഡിയോ അല്ലെങ്കിൽ സൺഡേ വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. മമ്മി ഇപ്പോൾ ഓക്കെ ആണ് കേട്ടോ. മമ്മീനെ നിങ്ങൾക്ക് നാളെ തൊട്ട് പൂർവാധികം ശക്തിയോടെ യൂട്യൂബിൽ കാണാം കേട്ടോ. ബൈ ആൻഡ് ടേക്ക് കെയർ.